കേരള സർക്കാരിൻ്റെ 2020 സൗദി പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ഡി ഡോ എൽ സുബ്രഹ്മണ്യം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? ഓപ്ഷൻ ബി കെ ആർ സച്ചിദാനന്ദൻ. കോട്ടയത്തെ കെ ആർ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ചെയർമാനായി നിയമിതനായതാര്? ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? ഓപ്ഷൻ ഡി അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ? ഓപ്ഷൻ എ വി പി മേനോൻ. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ അജൽ മിശ്ര. ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ജനുവരി 12 ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെവിടെ? ഓപ്ഷൻ എ ലക്നൗ. 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം? ഓപ്ഷൻ ബി ലേ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? ഓപ്ഷൻ ബി ന്യൂഡൽഹി. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? ഓപ്ഷൻ ഡി കൃതിക് പാണ്ഡെ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? ഓപ്ഷൻ ബി 84 നോട്ട് N 37 6 നോട്ട് N. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ഓപ്ഷൻ ബി കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഓപ്ഷൻ സി നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഓപ്ഷൻ സി സിന്ധു. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നെടുത്തതാണ്? ഓപ്ഷൻ എ അറബി. കാൽ ബൈശാഖി എന്നത്? ഓപ്ഷൻ എ കാറ്റ്. ആസാമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ബി കാഞ്ചൻഗംഗ ദേശീയ ഉദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികർ? ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ഓപ്ഷൻ എ 1858. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ സി ഡോ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി? ഓപ്ഷൻ സി ഡോ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? ഓപ്ഷൻ ബി 24ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ എ 44ാം ഭേദഗതി. പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്?
ഓപ്ഷൻ ബി അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? ഓപ്ഷൻ ഡി ഗവർണർ. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തത് ആര്? ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ? ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ഓപ്ഷൻ ഡി അലോക് റവാത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്? ഓപ്ഷൻ എ മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ ബി 1.18. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? ഓപ്ഷൻ സി കുണ്ടറ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങ് പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ബി സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഓപ്ഷൻ ബി കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്? ഓപ്ഷൻ സി നീണ്ടകര. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്? ഓപ്ഷൻ ഡി നല്ലളം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമേതാണ്? ഓപ്ഷൻ എ നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 സംബന്ധിക്കുന്ന സ്ഥലങ്ങൾ? ഓപ്ഷൻ ഡി ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത? ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി വെങ്ങാനൂർ.